الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ബഹുമാനികളായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞങ്ങളോട് മാന്യമായി ഉണർത്തുകയാണ്, വസിയത്ത്. പരിശുദ്ധ റമദാനിലെ ആദ്യ പത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. 5 ദിവസം കൂടി ഇനി ഇതെല്ലാം അവശേഷിക്കും. റമദാൻ വരുന്നു 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 എന്ന് നമ്മളിങ്ങനെ പറയുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ വന്നു ദിവസങ്ങൾ ഇങ്ങനെ വളരെ വേഗം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭൂമിയിലെ ജീവിതം അങ്ങനെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഒരുപാട് പ്രതീക്ഷകൾ അങ്ങനെ വേഗം 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 വന്നാണ് തോന്നും. ഇത് കഴിഞ്ഞു പോകുമ്പോഴാണ് അറിയാം പടച്ചാലെത്തിയതെന്ന്. ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്ര സ്പീഡിലാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസം അകന്നുകൊണ്ടിരിക്കുന്നു, പരലോക ജീവിതത്തേക്ക് ഓരോ ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ 10 റമദാനിലെ റഹ്മത്ത്. റമദാനിലെ വാക്കിന്റെ തന്നെ അർത്ഥം കഴിഞ്ഞ ആഴ്ച സൂചിയുടെ റഹ്മത്തിന്റെ 10, അനുഗ്രഹത്തിന്റെ 10 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുകയാണ്. അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മാൻ റഹീം എന്ന് നിത്യമായും സ്ഥിരമായും എപ്പോഴും കഴിവേണ്ട പരമാവധി പറഞ്ഞുകൊണ്ടിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. റഹ്മനാ യാ റഹ്മാൻ റഹീം പറയാം, സിംഗിളായിട്ടും പ്ലൂറലായിട്ടും പറയാം. നമുക്ക് മാത്രം പറയുമ്പോൾ റഹ്മനി എന്ന് പറയും. കുടുംബത്തിനും നാട്ടുകാർക്കും സത്യവിശ്വാസികൾക്കും ഒന്നടങ്കം റഹ്മനാ എന്ന് പറയും. കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാനായ തമ്പുരാനെ നീ എന്നോട് കാരുണ്യം കാണിക്കണം എന്നുള്ള ദുആണ്. ഒരു ഹൃദയംഗമായ ദുആണ്, കരുണയാണ് ചൊല്ലിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും നമ്മൾ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
ആരാധനയ്ക്ക് അർഹനല്ലാഹു അല്ലാതെ മറ്റാരില്ല എന്ന് ഞാനിതാ സാക്ഷ്യമില്ല. അസ്തഗ്ഫിറുല്ലാഹ്, ഞാനൊരു മനുഷ്യനാണ്, അപ്പൊ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അപ്പൊ അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം എന്നതിനപ്പുറം ഇസ്തിഗ്ഫാറിന് ഒരു അർത്ഥതല കൂടിയുണ്ട്. തൗബയാണ് പശ്ചാത്തലം. ചെയ്തു പോയ തെറ്റിന് ഖേദിച്ചു മടങ്ങുന്നതിന് തൗബ എന്ന് പറയും. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന തെറ്റിനൊരു പരിചയമാണ്. കവർ ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുക ഇസ്തിഗ്ഫാർ. അപ്പൊ ചെയ്യാൻ സാധ്യതയുള്ള തെറ്റുകൾക്ക് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുക, അതായത് തെറ്റിൽ നിന്ന് തടുത്തു നിർത്താൻ വലിയൊരു കാര്യമാണ്. തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള പരിചയം ആവശ്യപ്പെടുക, സംരക്ഷണം ആവശ്യപ്പെടുക. അതാണല്ല റബ്ബ്, സംരക്ഷിക്കുന്നവനാണല്ലോ റബ്ബ്. അതുകൊണ്ട് റബ്ബിനോട് സംരക്ഷണമാണ് ആവശ്യപ്പെടുന്നത്. എന്താണ് ആ സംരക്ഷണത്തിന്റെ അന്തിമം? അൽ ജന്ന, ഒടുവിൽ നമുക്ക് കിട്ടേണ്ടത് സ്വർഗമാണ്. അതിന്റെ അനന്തരഫലമാണ് വാഴപ്പിക്കമെന്ന നരകത്ത് നിന്നുള്ള മോചനം. അത് ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 എന്നൊക്കെ പറഞ്ഞ് റസൂൽ വിശദീകരിച്ച് പറഞ്ഞു. ഈ അനുഗ്രഹത്തിന്റെ 10ലും ഈ പറഞ്ഞ ജനറലായിട്ടുള്ള ദിക്റോ പ്രാർത്ഥനയോ അത് സ്ഥിരമായി ചെല്ലുകൊണ്ടിരിക്കാൻ പ്രയത്നിക്കപ്പെട്ടു. അപ്പോ എപ്പോഴും മനുഷ്യ മനസ്സിലിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ അവിടെ എന്താണ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് നമുക്ക് എവിടെ ഓർമ്മണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് സ്ഥിരമാക്കാം. ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇതോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് കെമിസ്ട്രിയിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോ മനസ്സിന്റെ ഇമേജിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ കാരുണ്യത്തിന്റെ 10ൽ ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ അർഹംനി യാ റഹ്മാൻ. കാരുണ്യ ആവശ്യമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അല്ലാഹുമ്മ അർഹംനി യാ റഹ്മാൻ റഹീം എന്നിങ്ങനെ ആവർത്തിച്ച് ആവശ്യപ്പെടും. നമ്മൾ പറയുക മാത്രമല്ല, ഭാര്യ സന്താനങ്ങളോട് പറയുക, സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ വളരെ പുണ്യകരമായ സംഗതിയാണ്. സാധാരണ റമദാനിൽ മറ്റു മാസങ്ങളിൽ ഒരു നന്മയ്ക്ക് 10 ഇരട്ടിയാണെങ്കിൽ റമദാനിലെ 70, 700, 70,000 ഇരട്ടി തവാബ്. അത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കരുണയാണ് മൊത്തം. കാരുണ്യം പെയ്തിറങ്ങുന്ന ദിനരാത്രങ്ങളാണ്. അതിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനിലെ ഏറ്റവും വലിയ കാരുണ്യം നമുക്കറിയാം. യാ അയ്യുഹൻ നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിൻ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ ഹുദം വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. അല്ലയോ ജനങ്ങളെ, വിശ്വാസികളെ എന്നല്ലാതെ പറയും, സത്യവിശ്വാസികളെ, മുസ്ലിങ്ങളെ എന്ന് വിളിച്ചിട്ടല്ല. അല്ലയോ ജനങ്ങളെ, മനുഷ്യന്മാരെ ഒന്നുള്ള വിളിച്ചു. അല്ലയോ ജനങ്ങളെ എന്ന് പറയാ. യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ കുറിച്ച് പറയാ, ജനങ്ങളോട് വിളിച്ചു പറയാ. ഖദ് ജാഅതുകും മൗഇദത്തും മിൻ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നൊരു സതുപദേശം, നിങ്ങളെ ജീവിപ്പിക്കുന്ന, പ്രതീക്ഷ നൽകുന്ന, ജീവിതത്തിന്റെ എല്ലാ ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു സന്ദേശം, ഉപദേശം തന്നിരിക്കുന്നു. അത് ഷിഫയാണ്. ഷിഫാഉൽ ലിമാ ഫിസ് സുദൂർ. നമുക്ക് ഏറ്റവും വലിയ രോഗം മനുഷ്യനുള്ളത് മാനസിക രോഗമാണ്. സമ്മതിച്ചാലില്ലെങ്കിലും അത് സത്യമാണ്. ഡോക്ടർമാരോട് ചോദിച്ചാൽ ചിലപ്പോൾ അത് നോക്കണം എന്ന് പറയും. ശാരീരിക രോഗങ്ങളെക്കാൾ മനുഷ്യന് ഏറ്റവും ഉണ്ടാകുന്ന മാനസിക രോഗമാണ്. ഖുർആനിൽ പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. സംശയം അതൊരു രോഗമാണ്. അത് ഉറപ്പില്ലായ്മ അതൊരു രോഗമാണ്. പേടി ഒരു പരിധി കഴിഞ്ഞാൽ അത് രോഗമാണ്. അതായത് ഭയങ്കര ഫിയർ ഫോബിയാണ്. പിന്നെ അതുപോലെ തന്നെ പല സംഗതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയടിക്ക് എല്ലാത്തിനും ചെയ്തു. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയത്തിൽ രോഗമാണ്. എന്ന് പറഞ്ഞാൽ അവരെല്ലാം മാനസിക രോഗികളാണ്. പല സ്ഥലത്തുള്ള ആൾക്കാരെ ഉറപ്പില്ലായ്മ, വല്ലാണ്ട് ബേജാറ്, അങ്കലാപ്പ്, അസ്വസ്ഥത, ഏത് ചെറിയ കാര്യത്തിനും ഭയങ്കരമായ വിശ്വാസമാണ്. നടക്കോ ഇല്ലേ, നടക്കോ ഇല്ലേ. അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ അത് വിനോദങ്ങളെ കൂട്ടിയിട്ട് അങ്ങാറാണ്. വിശ്വാസത്തിന്റെ അപ്പുപോകാനെന്നാണ്. സംശയമാണെങ്കിലോ, സക്കാത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് സംശയം ഉണ്ടാവും. അത് കൊടുക്കാതിരിക്കാനാണ് കാര്യം. അപ്പോ സംശയം 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 ഒടുങ്ങാത്ത സംശയം, എല്ലാ കാര്യത്തിലും സംശയം. ഇതൊരു തരം രോഗ.
ഇത്തരം രോഗങ്ങൾക്ക് ഷിഫയാണ് ഖുർആൻ. അല്ലാഹു പറഞ്ഞ ഷിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇബ്ലീസ് ഉണ്ടാക്കുന്ന ഇത്തരം വസ്വാസുകൾക്കൊക്കെ അല്ലാഹുവിന്റെ ആത്മാവിന്റെ പ്രകാശമാണ്. ഇത് അല്ലാഹുവിന്റെ ആത്മാവിന്റെ അംശമാണ്. അത് ഖുർആന് ഹൃദയത്തിലുണ്ടായാൽ അത് ആശ്വാസമായി. ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടിരിക്കും. സൂറത്തുൽ മുൽക്ക് തബാറകയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 30 ആയത്തുകളുള്ള ഒരു അധ്യായം ഖുർആനിലുണ്ട്. എന്റെ സമുദായത്തിന്റെ ഹൃദയത്തിൽ അതുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് പാരായണം ചെയ്താൽ അവന് പുറത്തു കൊടുക്കുന്നത് വരെ അത് ശുപാർശ ചെയ്തുകൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ മുൽക്ക്. ഇപ്പൊ ഖുർആൻ ഒരു ഷഫീഅാണ്, ഖുർആൻ ഒരു ആത്മാവാണ്, ഖുർആൻ ഒരു കൂട്ടുകാരനാണ്, ഖുർആൻ ആനന്ദമാണ്, ഖുർആൻ പ്രതീക്ഷയാണ്, ഖുർആൻ ജീവ ചൈതന്യമാണ്. നമ്മുടെ മുന്നോട്ട് ഇതാണ് ഏറ്റവും വലിയ കാരുണ്യം. ഈ പരിശുദ്ധ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഏറ്റവും മഹത്തായ കാര്യം അത് നൂറു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെ പ്രകാശമാണ്. ഖുർആൻ നൂറാണ്, കരുണയുടെ ഖുർആനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഹുദൻ അത് സന്മാർഗ ദർശനമാണ്, റഹ്മത്തുൻ അത് കാരുണ്യമാണ്, ലിൽ മുഅ്മിനീൻ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കണം. ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിലേ ഇതിന്റെ കരുണ കണ്ടെത്താൻ പറ്റുള്ളൂ, ഇതിന്റെ സന്മാർഗം മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഇത് കരുണയാണെന്ന് പറഞ്ഞു നടന്നാൽ പോരാ, കരുണയാണെന്ന് വിചാരിച്ചാൽ പോരാ, നീ പ്രഖ്യാപിക്കുക അവന്റെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ടാണ് ഇത് ലഭിച്ചത്. ഇത് കരുണയാണ്, പക്ഷെ കരുണാമയന്റെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടാണ് ലഭിച്ചത്. അല്ലാഹു ദൈവം സമം കരുണ എന്നാണ് ഖുർആൻ പറയുന്നത്. രൗദ്രഭാവമുള്ള പേടിപ്പിക്കുന്ന മനുഷ്യന് ഇങ്ങനെ മുക്കിക്കൊന്നുകളയുന്ന കണ്ടാൽ പേടിപ്പിക്കുന്ന ഒരു ദൈവസങ്കല്പമല്ല, കരുണയുടെ ദൈവസങ്കല്പം. പക്ഷെ നമ്മള് കേട്ടിട്ടുള്ളത് ആകപ്പാടെ പേടിപ്പിക്കുന്ന ഒരു ദൈവം. മദ്രസയിൽ പോയാൽ പേടിപ്പിക്കുന്ന പടച്ചവനെ കുറിച്ചാണ്, പള്ളിയിൽ പോയാൽ പേടിപ്പിക്കുന്ന പടച്ചവനെ കുറിച്ചാണ് മീഡിയ പ്രസംഗിക്കുക. എവിടെ ചെന്നാലും മനുഷ്യൻ ആകപ്പാടെ അങ്ങോട്ട് നോക്കാൻ പാടില്ല ഹറാം, അങ്ങോട്ട് നോക്കാൻ പാടില്ല ഹറാം, അവിടെ നോക്കാൻ പാടില്ല ഹറാം, ഇവിടെ ഇരിക്കാൻ പാടില്ല ഹറാം, അത് ചെയ്യാൻ പാടില്ല ഹറാം, മിണ്ടാൻ പാടില്ല ഹറാം, സകല ജാതി സകലം. ഒരു തമാശ, ഒരു എന്താ പറയാ, ഒരു രസകരമായ തമാശ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് ഇങ്ങനെ റക്അയിൽ ഓതിയാല് കൈ ഇങ്ങനെ ഉയർത്തി, കൈ ഇങ്ങനെ ഇഷാറത്താക്കി ഉയർത്തി എന്ന് ഒരു ഹദീസ്. വേറെ സഹാബിയുടെ കൈ തോള് വരെ ഉയർത്തി, വേറെ സഹാബി പറയണോ കൈ ചെവിയുടെ അറ്റം വരെ ഉയർത്തി. 3 ഹദീസ് ഒരു വിഷയത്തിൽ 3 സന്ദർഭങ്ങളിൽ റസൂൽ ചെയ്തപ്പോ ഈ അനുയായികൾ കണ്ട് അവര് പറഞ്ഞ് കോട്ട് ചെയ്തു. അപ്പൊ പിൽക്കാലത്ത് കിട്ടുവന്ന് ആരെങ്കിലും സമയമുള്ള എന്ന് പറഞ്ഞാൽ അവൻ കൈ ഇതുവരെ ഉയർത്തലാവും ചെവിയാ പറഞ്ഞു. അപ്പൊ 2 ഹദീസ്, ആ 2 ഹദീസിനെ ഉൾക്കൊണ്ട് ആദ്യത്തെ ഹദീസും 2ാമത്തെ ഹദീസും ഉണ്ടാകും. ആരെങ്കിലും കൈ ഇതുവരെ ഉയർത്തിയാൽ അവൻ മറ്റേ ഹദീസ് നിശ്ചയിച്ച് കാഫറാവുന്നു. ആരെങ്കിലും കൈ ഇങ്ങനെ ആക്കിയാൽ അവൻ 2 ഹദീസ് നിശ്ചയിച്ചു, ആ ഹദീസ് നിശ്ചയിച്ച് കാഫറാവും. ഇത് ഞാൻ പറഞ്ഞ കേട്ടോ, എഴുതി വെച്ചതാണ്. എന്തൊരു നാശമാണ് ഈ പണ്ഡിതന്മാരെ ഈ സമുദായത്തിന് ഉണ്ടായിക്കൊടുത്തതെന്നുള്ളത്. ഇങ്ങനെ ഓരോ സംഗതികളും ആവശ്യമില്ലാതെ കിള്ളി തീർത്തി ഈ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തന്നെ പടച്ചവനെ കുറിച്ച് കേട്ടാൽ തന്നെ പേടിയോ. പടച്ചവനെ കുറിച്ച് പേടിയുണ്ട്, സ്നേഹത്തിലൊരു പേടി. വാപ്പായ പേടി എന്ന് പറഞ്ഞാൽ അപ്പനോട് ഇഷ്ടമുണ്ട്, കുരുത്തക്കടി അടിച്ച വാപ്പ ഒരു പേടിയുണ്ട്. പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ഉള്ളവർ റഹ്മാൻ റഹീം, കാരുണ്യത്തിന്റെ ഈ കാരുണ്യത്തെ ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ച് അതിനെ അങ്ങനെ മനസ്സിലാക്കാൻ 1-2 സംഗതികളുണ്ട്. ഉമ്മ, നമ്മളെല്ലാവരും ഉമ്മ ഉണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉമ്മ എന്ന് വിളിക്കാറുണ്ട്. ലോകത്തിലെ മിക്കവാറും ഭാഷകളിലൊക്കെ ആ വാക്ക് അങ്ങനെയാണ്. ഉമ്മ, മദർ, മാ, മമ്മി. ഈ ലോകത്ത് ഏത് ഭാഷ നോക്കിയാലും ഉമ്മക്ക് ഇനി മാഡം അതിൽ ചേർക്കാം. ഉമ്മ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം എന്നാണ്. അടിസ്ഥാനം ആ വാക്ക് അറബി വാക്കാണ്. അടിസ്ഥാനം നമ്മുടെ അടിസ്ഥാനം. അപ്പൊ ഉമ്മയിൽ നമുക്കൊരു അടിസ്ഥാനമുണ്ട്, ഗർഭപാത്രം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പേര് റഹീം. റഹ്മെന്ന് പറയും. അർഹാം, ഫത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. റഹ്മ, ഗർഭപാത്രം. അപ്പൊ എനിക്ക് ഒരു ഉമ്മണ്ട്, അങ്ങനെ പോയി കഴിഞ്ഞാല് ഹവ്വയിലെത്തും.
ഹവ്വയാണ് ആദ്യത്തെ ഗർഭപാത്രം. അപ്പൊ ഹവ്വക്ക് ഗർഭപാത്രമാണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ആദമിന്റെ ഭാര്യയിലോട്ടാണ്. അപ്പൊ ഹവ്വയുടെ ഗർഭപാത്രം അടിസ്ഥാനം ആദമാണ്. ആദമിന് എവിടെ നിന്നാണ് ഉണ്ടായത്? ക്ലിയർ ആയിട്ട് അല്ലാഹു തആല പറയാ. ഇബ്ലീസ് ചെറിയ പടപ്പുണ്ടാക്കി വെക്കും. അപ്പൊ അള്ളാഹ് ചോദ്യം ചോദിക്കും. ആരാ? അള്ളാഹ് ചോദിച്ചു, യാ ഇബ്ലീസ്, അല്ലടോ ഇബ്ലീസേ, മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദയ്യ. നാം നമ്മുടെ തിരുകരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതിനെ സുജൂദ് ചെയ്യാൻ നിനക്കെന്താണോ മടിയുണ്ടായത്? എന്താണ് നിന്നെ നിരോധിച്ചത്, വിലങ്ങിയത് എന്ന് ചോദിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരങ്ങളാണ്. പടച്ചോൻ ഇതുപോലെ രണ്ട് കൈകളുടെ അവിടെ കൊണ്ടുണ്ടാക്കിയെന്നുള്ളതല്ല, നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിന്റെ കരങ്ങളാണ് ആദമിന്റെ റഹ്മ. ആ റഹ്മാണ് ഏറ്റവും വലിയ റഹ്മ. അള്ളാഹുവിനെയാണ് ഈ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഗർഭപാത്രത്തിന്റെ ഒരു സ്വഭാവം, ഒരു സേവനം അങ്ങോട്ട് ചോദിക്കൂല, ഇങ്ങോട്ട് മാത്രം തന്നുകൊണ്ടേയിരിക്കുക, കാരുണ്യം ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുക, ഒരു സേവനം അങ്ങോട്ട് ചോദിക്കില്ല. അതെങ്ങനെയാണ്? ആദ്യത്തെ റഹ്മന്റെ ഉടയവനാണ് റഹ്മാൻ. ആ റഹ്മാൻ റഹീം, കാരുണ്യത്തിന്റെ മഹാകരുണ. ആ കരുണയുടെ തമ്പുരാൻ നമ്മളോട് പറയാ, അവന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് നാം ഈ പരിശുദ്ധ മാസത്തിൽ ഒരു ഉപദേശവും രോഗശമനവും സന്മാർഗവും ആശ്വാസത്തിന്റെ വചനങ്ങളും തന്നിട്ടുണ്ട്. സന്തോഷിച്ചുള്ള, അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന മറ്റെന്തിനേക്കാളും ഉത്തമമാണിത്. അപ്പൊ റമദാനിന്റെ മാസങ്ങൾ, റമദാനിന്റെ ദിവസങ്ങളിൽ ഖുർആനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത്, പഠിക്കാൻ കഴിയുന്നത്, ഉൾക്കൊള്ളാൻ കഴിയുന്നത്, പകർത്താൻ കഴിയുന്നത് ജീവിതത്തിൽ മറ്റെന്ത് സമ്പാദ്യം ഉണ്ടാകുന്നതിനേക്കാളും ഉത്തമമാണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതാണ് ഏറ്റവും വലിയ കരുണ, ഏറ്റവും വലിയ കാരുണ്യം. ആ കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിഞ്ഞു തന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ, കരുണാമയന്റെ കരുണയുടെ സന്ദേശം, കാരുണ്യത്തിന്റെ പ്രവാചകരിലൂടെ കരുണയുടെ മാസം. എല്ലാവരുടെയും കരുണ്യത്തിന്റെ മാസം. അല്ലാഹു കരുണാമയനാണ്, കരുണയുടെ സന്ദേശമാണ്. ലോകഗുരുവായ കരുണയുടെ പ്രവാചകൻ റഹ്മത്തുൽ ലിൽ ആലമീൻ. എല്ലാം എങ്ങനെ സെറ്റ് ചെയ്ത് ഭയങ്കര അത്ഭുതമാണ് നമ്മൾ ആലോചിക്കുക. മഹാകാരുണ്യം, അതിൽ നിന്നൊരിറ്റി അത് വഹിച്ചുകൊണ്ടുവന്നത് കൊടുത്തതോ ഭൂമിയിൽ ലോകത്തിൽ എല്ലാവർക്കും കരുണയുള്ള, എല്ലാവരോടും കാരുണ്യത്തിൽ വർത്തിക്കുന്ന ഒരു മഹാപ്രവാചകൻ, കരുണയുടെ പ്രവാചകൻ. എടുത്തു പറഞ്ഞു റഹ്മത്തുൽ ലിൽ ആലമീൻ, ഈ ലോകത്തിൽ മുഴുവനും കാരുണ്യം വിതറുന്ന മഹാപ്രവാചകൻ. എന്നിട്ട് അത് അവതരിപ്പിച്ച മാസത്തെ കരുണയുടെ മാസമാണ്. അപ്പൊ പരസ്പരം കരുണ, വാപ്പയും മക്കളും, ഉമ്മയും മക്കളും, സ്നേഹം മക്കളും, സ്നേഹത്തിന്റെ വലിയ കരുണ. സ്നേഹത്തെക്കാൾ വലുതാണ് കരുണ. ആ കരുണയില്ലാതെ ജീവിതമില്ല. ആ കരുണ ഒഴിവാക്കപ്പെട്ടാൽ, ബന്ധങ്ങൾ നന്നായില്ലെങ്കിൽ, വാപ്പയും ഉമ്മയും മക്കളും ഉമ്മയും ഒക്കെ ആയിട്ട് ഉടക്കും വഴക്കമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ കാരുണ്യം തേടിപ്പോണെങ്കിൽ അവർക്ക് അർഹതയില്ല എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പൊ ഏറ്റവും നല്ല കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വാപ്പയും മക്കളും തമ്മിലുണ്ടാവണം, സഹോദരനും സഹോദരിയും തമ്മിലുണ്ടാവണം. അത് വിലക്കിയിട്ട് എന്തെങ്കിലും കാരണവശാൽ അതിനോടൊരു എളിമ മനോഭാവം കാണിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ എവിടെയോ ബ്ലോക്ക് ഉണ്ട് നമ്മുടെ ഈമാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ബന്ധങ്ങൾ. റമദാൻ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ പറഞ്ഞ് ബന്ധങ്ങളൊക്കെ നന്നാക്കണം വരുന്നത്. ഈ കരുണ ആസ്വദിക്കണമെങ്കിൽ അതൊരു പ്രത്യേക തരത്തിൽ എല്ലാവരോടും സ്നേഹം. എന്താണ് സ്നേഹിച്ചാൽ? ഭാര്യയ്ക്ക് ഭർത്താവിനെ, ഭർത്താവിന് ഭാര്യയെ, ഉമ്മക്ക് വാപ്പൻ, ജ്യേഷ്ഠൻ അനുജനെ, സഹോദരങ്ങൾക്ക് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ സ്നേഹിച്ചാൽ കുഴപ്പമില്ല. ഇഷ്ടംപോലെ അല്ലാത്ത കയ്യിലുള്ളില്ലേ കാരുണ്യം? അതിങ്ങനെ ചൊരിഞ്ഞു തരയില്ലേ? ആകാശത്തിന്റെ കവാടങ്ങൾ മലക്ക തുറന്ന് ആ കാരുണ്യം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത ഒരു സംഭവമല്ലേ ആ ദിവസം ഉണ്ടായത്? അതിന് ഖദറിന്റെ രാത്രി എന്ന് പേര് കൊടുത്തു. ആകാശം കരുണയോടെ ഭൂമിയെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ച മഹോന്നതമായ രാത്രി. ആ രാത്രി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ മാസത്തിലാണ്. ആ രാത്രിയിൽ നിന്ന് നമസ്കരിച്ച് അള്ളാഹുവോട് ചോദിച്ചാൽ പുറത്തു തരാമെന്നത് പറയുന്നു. ഈ കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പനുഷ്ഠിക്കുകയും രാത്രിയിൽ നമസ്കരിക്കുകയും അതുപോലെ എല്ലാവിധ സംഗതികൾ, നന്മ, പുഞ്ചിരിയും നന്മയും
ഒച്ച ഉണ്ടാക്കലും, ശണ്ട കൂടലും, കുഴപ്പമുണ്ടാക്കലും, ദൈവത്തും നമീമത്തും മറ്റേ എല്ലാം ഉള്ള പിശാചിനെ പിടിച്ച് ചങ്ങലക്കിട്ട് ആ പിശാചിന്റെ കൂടെ മനസ്സ് പോകാതിരിക്കാൻ വേണ്ടി ചങ്ങലക്കെട്ടിട്ട് പറഞ്ഞ് പിശാചിനെ ചങ്ങലക്കടിക്കുന്നു. നീ ചോദിച്ചോളൂ ഇത് നീ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായി അഡ്ജസ്റ്റ് ചെയ്യും. മഹാകാരുണ്യം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒഴുകുന്നു. മനുഷ്യ ഹൃദയത്തിൽ നിന്ന് കാരുണ്യവും സ്നേഹവും അങ്ങോട്ട് സഹോദരനിലേക്ക് ഒഴുകുന്നു. ഭൂമിയാകെ കരുണയുടെ ഒരു ഭയം, കുടുംബത്തിലാകെ കാരുണ്യവും സമൂഹത്തിലാകെ സ്നേഹവും കാരുണ്യവും, ഇങ്ങനെയുള്ള ഒരു സംവിധാനം. ഇത് ചരിത്രത്തിൽ ഒരിക്കലും തുല്യതയില്ലാത്ത നിലയിൽ ഭൂമിയിൽ ഇംപ്ലിമെന്റ് ചെയ്തതാണ്, പ്രയോഗവൽക്കരിച്ചതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാളുകളിൽ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ നാളുകളിൽ ഒക്കെ നമുക്ക് തന്നെ തോന്നില്ല. നമ്മളെ വീട്ടിൽ ഒരു നോമ്പൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ബന്ധുക്കൾ വരല്, പോകല്, പരസ്പരം നോമ്പാണ്, കുഴപ്പമുണ്ടാക്കില്ല. ഒരു ബന്ധുവിനോട് ചെറിയ പ്രശ്നം ചോദിക്കാൻ വേണ്ട, നമ്മളുടെ എന്തുകൊണ്ട് ആ കാരുണ്യം നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വിശ്വാസ ലേശം ഉണ്ടെങ്കിൽ ആ കാരുണ്യം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതിനൊന്ന് മനസ്സ് തുറന്നാൽ അല്ലാഹ് റെഡിയാണ് ഒഴുക്കി കൊടുക്കാൻ, കാരുണ്യം ഒഴുക്കി കൊടുക്കാൻ. ഗർഭാശയത്തിൽ നിന്ന് വയറിട്ട് കുട്ടിക്കിങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിന്റെ രാജാതിരാജൻ, എല്ലാവരെയും സംരക്ഷിക്കുന്ന രക്ഷിതാവ്, ഉമ്മ കുട്ടിയെ നോക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി സ്നേഹവികാര വൈപ്പോടുകൂടി ഓരോ അടിമയും നോക്കിക്കൊള്ളും, ഓരോ അടിമയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന് ഭയങ്കരമായ സ്നേഹം. അല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അടിമകളോട് അങ്ങേയറ്റത്തെ കരുണയുള്ളവനാണ്. റഊഫ് അതിന്റെ ടോപ്പാണ്. അല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. ഈ പഠിച്ച് നമുക്കറിയോ? പരിചയമുണ്ടോ? ബന്ധപ്പെട്ടിട്ടുണ്ടോ? പോയി ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അധികം പറയില്ല. ഈ പഠിച്ചവനെ പലർക്കും അറിയില്ല. കാരണം അവരുടെ ഹൃദയം അതിനു വേണ്ടി തുറന്നിട്ടില്ല. നമ്മൾക്കറിയുന്ന പഠിച്ച വേറെ ഏതോ ഒരു പഠിച്ചൻ. അതല്ല ഖുർആനിൽ അള്ളയെ കുറിച്ച് പരിചയപ്പെടുത്തിയത് മനസ്സിലാക്കിയിട്ട് പഠിച്ചവനടുത്ത് ഒന്ന് ബന്ധപ്പെട്ടു. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല, ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല. അതിന് ഒരു ദിവസം ഇബ്നു അബ്ബാസ് പറയാ, ഞാനൊരു ദിവസം പ്രവാചകന്റെ കൂടെ ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ എനിക്ക് പോവാം. കുറച്ച് അങ്ങോട്ട് പോയപ്പോ നബി പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. എന്റെ പുത്ര, എന്റെ കുട്ടി, കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. നീ എപ്പോഴെങ്കിലും, അതായത് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതെ, ആദ്യം പറഞ്ഞു ഉഅല്ലിമുക കലിമാത്ത് പറഞ്ഞു, ഇഹ്ഫദില്ലാഹ് തഹ്ഫദ്. നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ അള്ളാഹ് നിന്നെ സൂക്ഷിച്ചോളും. ഇഹ്ഫദില്ലാഹ് തജിദ് തുജാഹക്. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ എപ്പോഴും നിന്റെ മുന്നിൽ അള്ളാഹ് ഉണ്ടാവുന്നതാണ്. എപ്പോഴും നിന്റെ മുന്നിൽ അള്ളാഹ് ഉണ്ടാവും. വല്ലാത്തൊരു വാചകമാണ്. നിന്റെ ഏത് വിഷയത്തിലും മാർഗദർശനം നൽകിക്കൊണ്ട് അള്ളാഹ് നിന്റെ കൂടെ ഉണ്ടാവും എന്ന് ഇബ്നു അബ്ബാസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇദാ സഅൽത ഫസ്അലില്ലാഹ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അള്ളാഹുവോട് ചോദിച്ചോളൂ. ഇദാ ഇസ്തൻതഅ, നീ എനിക്കൊരു സഹായം ചോദിക്കണം, എന്നാല് ഒരു കാവലെ ചോദിക്കണം, അള്ളാഹുവോട് ചോദിച്ചോളൂ. ഫസ്തഅൻ ബില്ലാഹ്, അള്ളാഹുവോട് ചോദിക്കണം. നീ ഒരു കാര്യം മനസ്സിലാക്കണം. അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അൻ യൻഫഉക ബിശൈഇൻ. ഈ സമുദായം അല്ലെങ്കിൽ ഈ മനുഷ്യന്മാർ എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി നിനക്ക് എന്തെങ്കിലും നന്മ ചെയ്തു തരാൻ വേണ്ടി, ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. അല്ലാഹ് നിനക്ക് അനുവദിച്ച് രേഖപ്പെടുത്തി വെച്ചതല്ലാതെ ഒന്നും അവർ വിചാരിച്ചില്ല. അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തീരുമാനിച്ച് നിശ്ചയിച്ചെന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരിക്കലും അവരെല്ലാവരും നിന്നൊന്ന് ഉപദ്രവിക്കാൻ വിചാരിച്ചു. അത് നിനക്ക് തീരുമാനിച്ചൊരു ഉപദ്രവം ഉണ്ടാകും മാത്രമേ ഉണ്ടാവുള്ളൂ. പേടിക്കണ്ട, ഒരിക്കലും ഒരു കാര്യത്തിൽ പേടിക്കണ്ട. രോഗം വന്ന് പേടിക്കണ്ട, മരണം സംബന്ധിച്ച് പേടിക്കണ്ട, പണമില്ലേ പേടിക്കണ്ട, ഇന്നൊക്കെയാണ്. പക്ഷെ നമുക്ക് ഉണ്ടാവില്ലേ പേടി? ഭയങ്കരമായ പേടി, ബേജാറ്. കുറഞ്ഞൊരു പേടി കൊണ്ട് പരീക്ഷിക്കും. അതിന്റെ അപ്പുറം ആഴങ്ങളിൽ നമുക്കൊരു ഫോബിയായി നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള മാനസിക പിരിമുറുക്കവുമായി. അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കാം? ഗ്യാസ് ഫോർമേഷൻ, ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള രോഗങ്ങളുണ്ടാവും. ഞരമ്പുകൾ വലിഞ്ഞു പോകുന്നു, അതുകൊണ്ട് മൂത്രം പോകില്ല, ബാത്റൂമിൽ പോകാൻ പറ്റില്ല. പല തരത്തിലുള്ള
ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ചെയ്യാതെ നേരെ കൊണ്ടുപോയിട്ട് മെഡിസിൻ പൈസ കൊടുക്കും. പഠിക്കാൻ പറ്റൂ. കാരണം ഇതിലൊന്നും വിശ്വാസത്തിലുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ ഒരു പുതിയ സംഭവം ഉണ്ടായപ്പോ ഈജിപ്തിൽ ഒരു ഹക്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈദ്യൻ അവിടെ വന്നു. മുകളിലോട്ട് കൂടി കുടുംബാലൊക്കെ താമസിക്കാന്ന് ചികിത്സിക്കുക ആളുകൾ. ഒരു പുതിയ സംഭവം ഉണ്ടായില്ല, ഒരുപാട് ആളുകളുണ്ടാവും. കുറെ ദിവസം അവിടെ കടന്ന് ചോദിച്ചു. ജലദോഷം പോലുള്ള ഒരൊറ്റ മനുഷ്യനെ കിട്ടിയില്ല. അവിടെ ഈ മനുഷ്യന്മാർക്ക് അസുഖം പിടിക്കില്ല. ഞാൻ കണ്ട പോവാണെന്ന് പറഞ്ഞിട്ട് അയാൾ പോയി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി യോഗം എടുക്കുക, കൃത്യമായി നമസ്കരിക്കുക, നല്ല ഇടപാട് നടത്തുക. അതുകൊണ്ട് അതാത്ത രോഗം മാറ്റി. ഇതൊന്നും ചെയ്യില്ല. നേരത്തെ കടന്നിറങ്ങും. രാത്രി വെളുപ്പനായാലും എഴുന്നേക്കൂല, മര്യാദയ്ക്ക് പല്ലിക്കൂല, മര്യാദയ്ക്ക് ബഹിഷ്കരിക്കൂല. ഇനി അഥവാ ബഹിഷ്കരിക്കണമെങ്കിൽ വേറെ നോമ്പിടിക്കാൻ പറഞ്ഞാ ചെറിയൊരു പനിയുണ്ട്, ചെറിയൊരു അസുഖമുണ്ട്. അള്ള പറഞ്ഞില്ലല്ലോ ആരെങ്കിലും രോഗിയോ യാത്രക്കാരനായി കഴിഞ്ഞാൽ വിധിയോട് കഴിച്ചില്ലാതെന്നാണ്. രക്ഷയില്ല. അതുകൊണ്ട് കൂടി കിട്ടൂല. ശിക്ഷയിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നോമ്പിന്റെ ഈ സവാബ് കിട്ടില്ല. രോഗിയാണെങ്കിൽ കൃത്യമായ രോഗിയായിരിക്കണം. യാത്രയാണെങ്കിൽ അതിന് കണക്കണം. അവിടെ തുടങ്ങി സലാസമീനാത്ത നബി പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും അധികം മലപ്പുറത്ത് ഇങ്ങോട്ടൊന്ന് പോയിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് 37 കിലോമീറ്റർ, ഇവിടെ വരുമ്പോൾ 39 കിലോമീറ്റർ. 39 കിലോമീറ്റർ പറ്റൂലേ? സലാസമീനാത്ത 3 കിലോമീറ്റർ നബി പറഞ്ഞിട്ടുണ്ടല്ലോ. തർക്കിക്കാലോ വേണമെങ്കിൽ അല്ല 81. ഇന്ന് 80 എറണാകുളത്ത് കോഴിക്കോട് എറണാകുളത്ത് പോയി ജോലി ചെയ്തിട്ടാണ്. 81 കിലോമീറ്റർ ആണ്. എത്രയധികം കിലോമീറ്റർ വേണമെങ്കിൽ പറയാൻ. അപ്പൊ അതൊക്കെ വളരെ കൃത്യമായിട്ട് അതൊക്കെ ഇങ്ങനെ ഫിഖഹിന്റെ ആളുകൾ വെറുതെ ചെറുത് നടത്തി കുടുംബമുണ്ടാക്കാൻ. യാത്ര എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന യാത്ര, അതിന് പ്രയാസം ഉണ്ടാക്കുന്ന യാത്ര, അതൊക്കെ അതിന്റെ ഒരു കണക്കതാണ്. അതുപോലെ രോഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഹാനി ഉണ്ടാക്കുന്ന രോഗം. അല്ലാതെ കഴിച്ചിടാൻ വിചാരിച്ചാൽ അള്ള പറഞ്ഞു ഇത് ശരീരത്തിനും മനസ്സിനെയും ശുദ്ധീകരിക്കാനാണല്ലോ ഇത് പറഞ്ഞത്. കാരുണ്യം നിന്നിലേക്ക് പ്രവേശിപ്പിക്കാൻ നിന്റെ മനസ്സും ശരീരവും ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ, ആ സെറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാനാണ്. നീ അത് പഴയ കേടും അഴുക്കും വെച്ചുകൊണ്ട് കൈയെടുത്താൽ ഇത് കേറൂലെന്നാണ്. കമ്പ്യൂട്ടറിൽ കുറെ നേരം വർക്ക് ചെയ്യുമ്പോൾ, മൊബൈൽ ഫോണിൽ കുറെ നേരം വർക്ക് ചെയ്യുമ്പോൾ അൺവാണ്ടഡ് ഫയൽസ് കയറി പ്രശ്നം ഉണ്ടാക്കില്ലേ? അപ്പൊ ഒന്ന് ക്ലീൻ ചെയ്യണം. ചിലപ്പോൾ ഒരു സാധാരണ ഫോർമാറ്റ് കൊണ്ട് പറ്റും, ചിലപ്പോൾ ഒരു ഹാർഡ് ഫോർമാറ്റ് തന്നെ വേണം. അപ്പൊ അതിനു വേണ്ടിയുള്ളൊരു ഏർപ്പാടാണ് ഈ നോമ്പ്. അത് അവനവന്റെ തടിക്കും മനസ്സിനും നന്മയുണ്ടാക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ കുറച്ച് നല്ല കാരുണ്യം കൊണ്ട് കയറ്റിത്തരാം. അതിന് പറയും ഞാനൊക്കെ പറയും നോമ്പെടുക്കാൻ രക്ഷപ്പെട്ട സ്വയം നശിക്കുകയല്ലാതെ മറ്റൊന്നും എന്ത് നോമ്പെടുക്കണമെങ്കിൽ നിൽക്കാനോട് നല്ലത്. പക്ഷെ ഇതൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല, വായിക്കില്ല, മനസ്സിലായാൽ തന്നെ ചെയ്യൂല. അങ്ങനത്തെ ഒരു കോലത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മളായിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നമുക്ക് ശരിക്കറിയില്ല. ഈ പ്രപഞ്ചം മുഴുവനും ഇങ്ങനെ കരുണയുടെ അത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ആകാശലോകത്ത് ഇപ്പോഴും രാത്രിയായ റമദാൻ രാത്രിയായ സ്ഥലങ്ങളില്ലേ? ആകാശലോകത്ത് പകലായ സ്ഥലങ്ങളില്ലേ? രാവിലും പകലും ഇങ്ങനെ കരുണയുടെ മാലാഖമാർ സംഘം ചേർന്ന് അവർ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് സത്യവിശ്വാസിയുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അകക്കൊണ്ടുണ്ടെന്ന് നോക്കിയാൽ നമ്മുടെ ചുറ്റിലും ഒരുപാട് മാലാഖമാര് സത്യവിശ്വാസിയുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ കാരുണ്യം ശരിക്കും അനുഭവിക്കുന്ന തരത്തിൽ നോമനുഷ്ഠിക്കാനും നമസ്കരിക്കാനും അത് കഴിയണമെന്നുള്ള. അങ്ങനെ കഴിയുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ ആവർത്തനം ചെയ്തുകൊണ്ട് മാത്രമേ അവനോട് അടുക്കാൻ പറ്റുള്ളൂ. അവനോട് അങ്ങനെ അടുത്തടുത്തടുത്ത് വരുമ്പോ ഒരുപാട് ദരജ അവൻ കൂട്ടിത്തരുമെന്ന് അല്ലാഹു തആല പറഞ്ഞ റസൂൽ വഴിയും അത് നേരിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും മഹോന്നതമായ ദിനരാത്രങ്ങൾ നിമിഷങ്ങൾ ഇങ്ങനെ കടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ മിനിമം 70 തവണ പറഞ്ഞത്. സാധാരണ 70 തവണ പറഞ്ഞിട്ട് കൂലിയുണ്ട്. റമദാനിൽ എത്രയോ സമയമുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം വണ്ടിയിൽ പോകുന്നു, റോഡിൽ ഇറങ്ങുന്നു, കാണുന്നു, പോകുന്നു, എടുക്കുന്നു, വെറുതെ ഇരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്തെല്ലാം അല്ലാഹു പറഞ്ഞു. ഇതിങ്ങനെ മനസ്സിൽ വരുമ്പോ അത് മനസ്സിന്റെ മന്ത്രം അതായി മാറും. അപ്പൊ നമ്മള് രക്ഷിതാവിനോട് അങ്ങോട്ട് അടുത്തോണ്ടിരിക്കും. അപ്പൊ കരുണയുടെ ആ കുളിർക്കാറ്റ് നമ്മുടെ മസ്തിഷ്കത്തിലും അതുപോലെ മനതാരിലും ആത്മാവിലും അടിച്ചടിച്ചിറങ്ങും. അങ്ങനെ നമ്മൾ സത്യവിശ്വാസികളുടെ ആ കൂട്ടായ്മയിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് ഒത്തുങ്കറയിൽ അള്ളയുമായി ബന്ധിക്കുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെ ഭൂമിയിൽ കനം താങ്ങാതെ ആകാശലോകങ്ങളിലേക്ക് ഉയർന്നു പോകുന്ന ഉന്നതമായ ഒരു മനോനിലയാണ് സത്യവിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനുഷ്ഠാനത്തിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുണ്ടായി കിട്ടുന്ന സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ ആവാൻ വേണ്ടി അധ്വാനിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
Alhamdulillah hamdan katsiran thayyiban mubarakan yanbaghi li jalali wajhihi wa li sultanihi. Subhanaka la nuhsina kama athnayta nafsuhu lakal hamdu. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Ayyuhal ikhwatal ahbab, usikum wa iyaya thaniyan bid'ah. പ്രിയമുള്ള സഹോദരങ്ങളെ, മാനിച്ച് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. കാരുണ്യത്തിന്റെ ദിനങ്ങൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നും പ്രതീക്ഷ നൽകിയിട്ട് മഗ്ഫിറത്തിന്റെ ദിനങ്ങളും സ്വർഗപ്രവേശനത്തിന്റെയും നരകവിമോചനത്തിന്റെയും നാടുകളും നമ്മളെ തേടിയിട്ട് അതെല്ലാം അത് ആഴത്തിൽ തന്നെ അനുഭവിക്കാൻ നമ്മളൊന്ന് നിയന്ത്രിച്ച് വെച്ചാൽ ശ്രമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തു തരും. ഒരുപാട് പ്രവർത്തനങ്ങൾ. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറളതു അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി ചെയ്യണമെന്ന് കൽപ്പിച്ച അതല്ലാത്ത മറ്റ് അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൊണ്ടും അല്ലാഹുവിനോട് അടിമയ്ക്ക് അടുക്കാൻ കഴിയില്ല. എന്നുവെച്ചാൽ നമസ്കാരം, സുന്നത്ത് നിസ്കാരം പദ്ധതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നോമ്പ് സുന്നത്ത്, സകാത്ത് സദഖ കൊടുക്കുക, പിന്നെ ഹജ്ജുണ്ട്, ഉംറ ആവർത്തിച്ചതായിട്ട് തെളിവുകളുണ്ട്. ഒരു ഹജ്ജും 3 or 4 ഉംറയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം. ഒരു ഹജ്ജിൽ 3 ഉംറ, 2 ഉംറ, 4 ഉംറ എന്ന് പറയും. ഉംറ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതിപ്പോ ഒരു കച്ചവടമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ഒരു ഉംറ കുടുംബത്തോട് കൂടി ഒരുപാട് പൈസ ഉംറയാണ് ചെയ്താൽ ശരിയാണ്. അത് പ്രോത്സാഹിപ്പിച്ചതായിട്ട് നമുക്ക് ഹദീസുകളോ അല്ലെങ്കിൽ പണ്ഡിതാഭിപ്രായങ്ങളോ കാണാൻ പറ്റും. ടൂറിസ്റ്റ് വിസയാക്കി രാജ്യത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഉംറ വിസ ഒരുപാട് അടിച്ചു കൊടുക്കാം, ആധുനിക ലോകത്തിണ്ടെങ്കിൽ പറ്റുന്നതാണ്. പക്ഷേ അവിടെ നമസ്കാരം രാത്രിയിൽ കാലിൽ നീര് വരുന്നത് നമസ്കരിച്ചു, ഉള്ളതെല്ലാം കൊടുത്തു. പല ദിവസവും റസൂലിന് ഒരിക്കലും നോമ്പ് മുൻകളവും തോന്നാത്ത നിലയിൽ ആവർത്തിച്ച് നോമ്പ് അനുഷ്ഠിച്ചു. അപ്പോഴൊക്കെ റസൂലിന് ഉംറ ചെയ്യാമായിരുന്നു, സൗകര്യങ്ങളുണ്ടായിരുന്നു, ചെയ്തില്ല. അത് നിങ്ങൾക്ക് അനുവദനീയമാണ് എന്നതിന് ഒരു നിശ്ചയ സമയം എപ്പോഴും പോയത് ചെയ്തിട്ട് ചെയ്യണമെന്നില്ല. ഇപ്പൊ നമസ്കാരത്തിൽ സദഖയുടെ കാര്യത്തിൽ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ, പിന്നെ അഡീഷണൽ ആയിട്ട് ഖുർആൻ പാരായണം, അതുപോലെ തസ്ബീഹ്, ഇസ്തിഗ്ഫാർ, തൗബ, റസൂലിന്റെ മേലുള്ള സലാത്ത്, ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അലൽ യതഖറബു ഇലയ്യ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ, എന്റെ അടിമ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. ബിൻ നവാഫിൽ, നവാഫിൽ എന്ന് പറഞ്ഞാല് ഫർള്, സുന്നത്ത്, നഫിൽ. ഫർളായ നിസ്കാരം നമുക്കറിയാം, സുന്നത്തായ പ്രധാനപ്പെട്ട സുന്നത്തുകളോ നമുക്കറിയാം. ഇഷ്ടം കൊണ്ട് കൂടുതൽ ചെയ്യുന്നതാണ് നഫിൽ എന്ന് പറയുന്നത്. അതായത് കൂടുതൽ സുന്നത്ത് നിസ്കരിക്കുക. ഒരാളിന് സദഖ കൊടുക്കുക, സദഖ കൊടുക്കാൻ മതിയോ? 15 കൊടുത്ത്. ഫിദിയ കൊടുക്കുക, അത് അല്ലാഹു തആലയാണ് പറയാം. ഒരു ആളിന്റെ ഭക്ഷണം കൊടുത്താൽ മതിയാണ്. ഒരാളുടെ ഭക്ഷണം അത്ര ഒരു 1200 ഗ്രാം, ഒരു കിലോ 200 ഗ്രാം. ഒരാളിന് 5 കിലോ അരിയുടെ കൊടുത്ത് കുഴപ്പമില്ല. അല്ലാഹു തആല പറയണം അത് ഹൈറാണെന്നോ, നഫിലാണ്. ഇഷ്ടം കൊണ്ട്, അള്ളാഹുവിനുള്ള ഇഷ്ടം കൊണ്ട് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അത് നവാഫിൽ കൊണ്ട് അള്ളാഹുവിനോട് അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്ന അളവ് വരെ. എന്നുവെച്ചാൽ ഓനിങ്ങനെ നവാഫിലുകൾ ചെയ്ത് 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 ചെയ്ത്, അതായത് അധിക പുണ്യം ചെയ്ത് ചെയ്ത് ചെയ്ത്, ഫർള് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഫർളൊക്കെ അവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മിക്കവാറും അങ്ങനെ. പക്ഷെ തറാവീഹ് എന്തൊരു തള്ളലാണ് റബ്ബേ, എന്തൊരു വണ്ടി ഏഴെന്നാണ് ഈ സമുദായത്തിന് കിട്ടിയത് എനിക്കറിയില്ല. നല്ല തന്നെ പള്ളിയിൽ അടിച്ചിട്ടോട് നിസ്കരിക്കുന്നല്ല. പക്ഷെ അഫ്ളൽ വീടാ. ഞാൻ പള്ളി പോലുണ്ട്, കാരണം പോയില്ല ഈ ഭാര്യ മക്കൾ ഒന്നും പോകില്ല. കാരണം അതവിടെ വീട് ഒരു കവറായി മാറും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. പള്ളി പോകണ്ടെന്ന് പറയില്ല, പക്ഷെ പള്ളി കൊണ്ട് മാത്രം അവസാനിക്കരുത്, വീട്ടിൽ
നിസ്കരിച്ചേ പറ്റുള്ളൂ. എല്ലാവരും കൂടെ അങ്ങോട്ട് കെട്ടിയെടുത്ത് ഒരാഴ്ച എല്ലാം അങ്ങോട്ട് കെട്ടുവേണ്ട ആണും പെണ്ണും ആ ചെറുതും കുടുതും വലുതൊക്കെ വണ്ടി കിട്ടും കൂടെ പാടി ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചെയ്ത് കൂട്ടേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ്. അത് പ്രമാണത്തിന്റെ പിൻബലമില്ല. ആളെ എന്തെങ്കിലും കാട്ടിക്കൂട്ടാം, പക്ഷെ പ്രമാണത്തിന്റെ പിൻബലമില്ല. അതിന് എന്തെങ്കിലും നമ്മളത് ചെയ്യാം. ഒരു വള്ളിയിൽ റാഗസ്കരില്ല, നിർത്തി വെച്ചില്ല, രാത്രി കുറാൻ ക്ലാസ് ഒക്കെ ഇല്ല, ഒരു കുഴപ്പമില്ല, ഇസ്ലാമിലൊരു പ്രശ്നമില്ല. നിസ്കരിച്ച് പോകാറില്ല. ഇനിയിപ്പോ ഇയാളവിടെ മൊത്തത്തിൽ പുതിയ 10 പറയണം, എല്ലാവരും തറാവി എത്തിക്കൊള്ളത്. ഇത് ചെയ്യണമെന്ന് കാര്യം അഭിപ്രായമില്ല. ഒരു ദിവസം റസൂൽ നിസ്കരിച്ചപ്പോ ആളെല്ലാം കൂടെ പിന്നാലെ നിസ്കരിച്ചു. 2ാമത്തെ ദിവസം നമുക്ക് കണ്ടില്ല. 2 ദിവസമാണ് 3 ദിവസമാണെന്നൊക്കെ പറഞ്ഞാൽ അതിലും അഭിപ്രായത്തിൽ ഒരു ദിവസം റസൂൽ ഇവിടെ നിസ്കരിക്കണ്ടോ, ഒരാൾ എന്റെ പിന്നിൽ കൂടി. റസൂലിന്റെ പിന്നിൽ അങ്ങനെയാണല്ലോ, ഭയങ്കര ഇഷ്ടമാണല്ലോ, എല്ലാവരും ഇവിടെ കൂടി. അപ്പൊ ഇമാമ ജമാഅത്ത് നിസ്കാരം എത്ര നിസ്കരിച്ചെന്നോ എത്ര തീർക്കൊണ്ടോ ഒരു റിപ്പോർട്ട് സഹിയാവുന്നില്ല. പിറ്റേ ദിവസം ഒരു വീടിനാണ് വിത്തോളം. വീടെന്ന് പറഞ്ഞാൽ ഇതുപോലെ അപ്പുറത്തോട്ട് പോയി. ആളുകൾ ഇങ്ങനെ കാത്തിരുന്ന റസൂൽ വരും 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 അതില്ല. ഞാൻ വരാത്ത മനഃപൂർവ്വം തന്നെ, കാരണം ഇതൊക്കെ കൂടെ പറവായാലും എങ്ങനെ നിസ്കരിക്കാൻ പറ്റില്ല. ഓരോരുത്തർ നിസ്കരിച്ച് പോയി. ഇതിങ്ങനെ റസൂൽ മരിക്കണ ഒരേ അങ്ങനെ തന്നെ. ഉമറിന്റെ ഉസ്മാന്റെ കാലത്തില് അബൂബക്കറിന്റെ കാലത്ത് തന്നെ ഉമർ അവന്റെ പള്ളിയിൽ വന്നപ്പോൾ തലങ്ങനെയും വിലങ്ങനെയും നിസ്കരിക്കണം. എന്നാൽ എല്ലാവരും മര്യാദിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇമാമത്തുണ്ടായി. അതൊക്കെ വർജിക്കപ്പെടേണ്ടതാണെന്ന് അഭിപ്രായം നോക്കില്ല. നല്ലതാ, ഭരണപരിഷ്കാരങ്ങൾ അതൊക്കെ ചേർന്നത്. പക്ഷെ അത് തന്നെ ഈ ഫർദ് നിസ്കാരത്തിന് കൊടുക്കാത്ത പ്രാധാന്യം ഈ സുന്നത്തിന് ഭയങ്കര ഓടുന്നൊക്കെ കെട്ടിയെടുത്ത് വരുന്നത് അത് ശരിയല്ല. ഫർദിന്റെ പ്രാധാന്യം, ഫർദ് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള സുന്നത്തും നഫലുമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് പ്രിയങ്കരമായിട്ടുള്ളൂ. അങ്ങനെ പ്രിയങ്കരമായാൽ ഫൈദാ അഹ്ബബ്തുഹു കുന്തു സമഅഹു, തെറ്റിദ്ധരിക്കല്ലേ, വളരെ ഗൗരവമുള്ള സംഗതിയാണ്, തെറ്റിദ്ധരിച്ചാൽ. അതായത് അവന്റെ കാഴ്ച നാമാവും, അതായത് അവന്റെ കേൾവി നാമാവും, അവന്റെ കണ്ണും നാമാവും ചെവിയും കൈയും കാലൊക്കെ നാമാവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഹദീസ് ഞാൻ പരിശോധിച്ചു, റവാഹുൽ ബുഖാരി, എല്ലാവരും ഏകകണ്ഠമായി അംഗീകരിച്ച ഹദീസാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതേ പിന്നെ അവൻ കാണൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതേ അവൻ കേൾക്കൂ. അള്ളാഹു ഉദ്ദേശിച്ചത് ഇഷ്ടപ്പെടുന്നതേ അവൻ എടുക്കൂ. കാരണം അത് തന്നെ കൺട്രോള്. അപ്പൊ അള്ളാഹ് ഇഷ്ടപ്പെടുന്നതിന് മാത്രം ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. നവാഫിലുകളുമായി അള്ളാഹുമായി അടുത്തു കഴിഞ്ഞാൽ, ഹൃദയം അള്ളാഹുവിന് സമ്പൂർണ്ണമായി കീഴ്ക്കടങ്ങി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ അല്ലാതെ മറ്റൊന്നും അവന് കാണാൻ സാധ്യമാവില്ല. അവൻ നോക്കുന്നിടത്ത് ഹലാലായിരിക്കും, എടുക്കുന്നത് ഹലാലായിരിക്കും, നടക്കുന്നത് ഹലാലിന് വേണ്ടിയായിരിക്കും, തിന്നുന്നത് ഹലാലായിരിക്കും. അവന്റെ ആത്മാവും ശരീരവും പരിശുദ്ധമായിരിക്കും. അവന്റെ മനസ്സെപ്പോഴും അള്ളയിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ, ഭൂമിയിൽ നടന്നു നീങ്ങിയ പ്രവാചകൻ. എന്തെങ്കിലും തോന്നിയാസം പറയുന്ന പണിയൊന്നും ലഭിക്കില്ല. നാം ഇൽഹാം ചെയ്തതുകൊണ്ട്, നാം ഇൻസ്പയർ ചെയ്തുകൊണ്ട്, നാം അവനെ പ്രചോദിപ്പിച്ചത് കൊണ്ടാണ് അവനത് പറഞ്ഞത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ്, റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിനുള്ള കാരുണ്യമാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ നമ്മളോട് പറഞ്ഞിരുന്നത് നമ്മുടെ ഓരോ അവയവവും അള്ളാഹുവിന് സമ്പൂർണ്ണമായി കീഴടങ്ങുന്ന ഒരവസ്ഥയുണ്ട്. കാണുന്ന കണ്ണും, കേൾക്കുന്ന ചെവിയും, എടുക്കുന്ന കാലും, കൈയും, നടക്കുന്ന കാലും, ഒടുവിൽ അവൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇംഗിതത്തിന് മാത്രം പ്രവർത്തിക്കുന്ന ഉത്തമനായ സത്യവിശ്വാസിയായി ഭൂമിയിലാണ് അവൻ ജീവിക്കുന്നതെങ്കിലും അത്യുന്നതമായ സിംഹാസനങ്ങളിൽ അവന് സ്മരണയുണ്ടാകും. അവന്റെ റൂഹ് പോയി കഴിഞ്ഞാൽ നിത്യാനന്ദത്തിന്റെ സ്വർഗാരവത്തിലേക്ക് കടന്നുകൊള്ളൂ. ഏത് നിമിഷവും സ്വർഗത്തിൽ പ്രവേശിക്കാൻ തയ്യാറായിക്കൊണ്ട് ഭൂമിയിലൂടെ നടങ്ങി നിന്ന മനുഷ്യന്മാർ ഈ ഭൂമുഖത്തുണ്ടായിട്ടുണ്ട്. അബൂബക്കറിനെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ പതിയെ നടന്നു പോണ മനുഷ്യല്ലേ, അതേ സ്വർഗത്തിലേക്ക് വേണ്ടിയാണ് ആ നടക്കുന്നത് എന്ന്. അനസ് ബിൻ നദർ പറഞ്ഞു, വഹദിന്റെ താഴ്വരയിൽ നിന്ന് സ്വർഗത്തിന്റെ മണം എന്റെ നാസാരന്തരങ്ങളിൽ അടിച്ചു കയറുന്നു എന്ന് പറഞ്ഞു യുദ്ധരംഗത്തേക്ക് ചാടിപ്പാഞ്ഞു പോയ അനസ് ബിൻ നദർ 70-ലധികം കഷ്ടങ്ങളായി വേണ്ടിയാണ് ഇവിടെ ഭൂമിയിൽ മരിച്ചത്. അദ്ദേഹം സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന ആ രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ മണം ആസ്വദിച്ച സത്യവിശ്വാസികൾ നമ്മുടെ മുന്നേ നടന്നുപോയിട്ടുണ്ട്. ഇവിടെ കലുഷിതമാണ് അന്തരീക്ഷം. ഒരുപാട് ഭൗതികമായ
കാര്യങ്ങൾ നമ്മളെ പിടിച്ചു വലിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അല്ലാഹുവിനുള്ള അഭയം എന്നത് നമ്മുടെ നമസ്കാരവും നമ്മുടെ ദുആയും നമ്മുടെ ദിക്റും നമ്മുടെ നോമ്പും നമ്മുടെ സകാത്തും നമ്മുടെ സദഖയും നമ്മുടെ ഹജ്ജും നമ്മുടെ ചിന്താഗതിയും ഒക്കെയാണ്. അതിന് ഈ ഖുർആൻ പഠിച്ചേ പറ്റൂ. ഈ ഖുർആനാണ് അതിനുള്ള പ്രചോദനം. ഈ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ കാരുണ്യമായി നമുക്ക് തന്നത്, അതിഅനുഗ്രഹീതമായ ഒരു സംഗതിയായി തന്നത് ഈ ഖുർആനാണ്. ഇത് ഓരോരുത്തരും വായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് ഇതുവരെ അറിയുന്നതിൽ അല്പമെങ്കിലും അധികം പഠിക്കാൻ ശ്രമിച്ചാൽ അത് സത്യവിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ പഠിച്ചു പകർത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبي بكر وعمر وعثمان وعلي حمزة والعباس الحسن والحسين وبقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ചെറുപാപങ്ങളെ പുറത്തു പാലിത്തരണേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, ഉസ്താദന്മാർ, മറ്റു വ്യക്തിത്വാദികൾ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവർക്കും പുറത്തു പാലിത്തരണേ തമ്പുരാനെ. മുന്നേ ഞങ്ങളിൽ നിന്ന് നിന്നെത്തിയ ആൾക്കാരുടെ ഖബറുകളുള്ള സ്വർഗ പൊങ്കാവനങ്ങളാക്കി മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫാക്കി കൊടുക്കണേ തമ്പുരാനെ. കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഹരിച്ചു തരണേ തമ്പുരാനെ. ഈ റമദാൻ യഥാവിധി അനുഭവിക്കാനും അതിന്റെ ആ കാരുണ്യത്തിന്റെ ഉത്തമമായ ആസ്വാദനം അനുഭവിക്കാനും അങ്ങനെ നിന്നിലേക്ക് അടുത്തു വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യം നീ സംരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നീ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. നന്നായി ഇബാദത്ത് ചെയ്യാനുള്ള കഴിവ് നൽകണേ തമ്പുരാനെ. പ്രാർത്ഥന നിരതമായ ഒരു മനസ്സവസാന നിമിഷങ്ങൾ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സക്രാത്തുൽ മൗത്തിന്റെ വേദന ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഖബറുകളിലുള്ള പ്രവേശാലകളാക്കി മാറ്റണേ തമ്പുരാനെ. നരകശത്തിൽ ഞങ്ങളെ കാക്കാനാഥ സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ വിഹാരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ച് ഉത്തരം തരണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا